പ്രതിപക്ഷം പൊതുവെ കേരളത്തിന്റെ പ്രശ്നങ്ങളോട് നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ ന്യായമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനൊന്നും കേരളത്തിലെ പ്രതിപക്ഷമില്ല. ആ നിലപാടാണ് ഇപ്പോൾ ഈ ദാരിദ്ര്യമുക്ത കേരളം എന്നുള്ള നിലപാടിനോടും അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെടുത്തിരിക്കുന്ന സമീപനം അതാണ്. അവരൊരു കണക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് LDF സർക്കാരിന്റെ പ്രകടന പത്രികയിൽ 4.5 ലക്ഷം അതിദരിദ്രരുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ ഈ അവസാനവട്ട പട്ടിക തയ്യാറാക്കിയ ജനവിഭാഗങ്ങളാണ്, അതിദരിദ്രരല്ല. അതിദരിദ്രരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഗവൺമെന്റ് തലത്തിൽ തന്നെ ആവശ്യമായ പരിശോധന നടത്തി. ലോക്കൽ ബോഡി അടിസ്ഥാനത്തിൽ ആ പരിശോധനയിലാണ് 64,006 കുടുംബങ്ങൾ അതിദാരിദ്ര്യം അനുഭവിക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ ഘടകങ്ങൾ വിശദീകരിച്ചു. അതിന് ഓരോന്നിനും പരിഹാരമുണ്ടാക്കുക എന്നുള്ള നിലപാടാണ് കേരളത്തിലെ ഗവൺമെന്റ് ഓരോ പഞ്ചായത്തുകളിലും സ്വീകരിച്ചത്. അങ്ങനെയാണ് ഈ അതിദാരിദ്ര്യമുക്ത കേരളത്തിലേക്ക് ആ 64,006 കുടുംബങ്ങളുടെയും പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇത് പ്രഖ്യാപനത്തിലേക്ക് എത്തിയത്. ഈ പ്രഖ്യാപനം നവംബർ 1 എന്നുള്ളത് ചരിത്ര മുഹൂർത്തമാണ്. കാരണം കേരളപ്പിറവി ദിനമാണിത്. കേരളപ്പിറവി ദിനത്തിൽ ഇത്തരൊരു മഹത്തായ ലക്ഷ്യം കേരളത്തിലെ ഗവൺമെന്റിന് കൈവരിക്കാനായി എന്നുള്ളത് ജനങ്ങളാകെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു പ്രശ്നമാണ്. UDF ഇക്കാര്യത്തിൽ ഭയമുണ്ട്, അവർക്ക് അങ്കലാപ്പമുണ്ട്. അവർ അധികാരം തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തിയത്. അത് നടക്കില്ല എന്ന ജാള്യതയാണ് അവരെ ഈ പ്രകോപനപരമായ നിലപാടിലേക്ക് നയിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം.